അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, ഇന്ന് ചില സംശയങ്ങളായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമ്മുടെ മുജാഹിദ് സുഹൃത്തുക്കളും അതുപോലെ ജമാഅത്ത് ഇസ്ലാമിക്കാരെല്ലാം കവലകൾ തോറും വേദി കെട്ടി പ്രസംഗിക്കുന്നത് നമ്മുടെ മേലൊരുപാട് ആരോപണങ്ങൾ ഉന്നയിക്കാൻ വേണ്ടിയാണ്. നമ്മൾ ചെയ്യുന്ന പല കർമ്മങ്ങളും ശിർക്കാണ്, കുഫറാണ്, ബിദ്അത്താണ്, ഖുറാഫത്താണ് തുടങ്ങി ഒരുപാട് ആരോപണങ്ങൾ നമുക്കെതിരെ ഇവർ അയച്ചു വിടുന്നുണ്ട്. അതിൽ ഏറ്റവും ഗൗരവമുള്ളൊരു കാര്യം ശിർക്ക് നമ്മുടെ മേൽ ആരോപിക്കുന്നതാണ്. കാരണം നമുക്കറിയാം, ശിർക്ക് എന്നത് ഒരു ചെറിയ പാപമല്ല. അള്ളാഹു തന്നെ ഖുർആനിൽ പരിചയപ്പെടുത്തുന്നത് ഇന്ന ശിർക ലദുൽമുൻ അലീം, ശിർക്ക് എന്നത് ഏറ്റവും വലിയ പാപമാണ്, ഏറ്റവും വലിയ അക്രമമാണ് എന്നൊക്കെയാണ്. ഇത് ലോകത്തുള്ള എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. നമ്മളും അംഗീകരിക്കുന്നുണ്ട്, മുജാഹിദും അംഗീകരിക്കുന്നുണ്ട്. ജമാഅത്ത് ഇസ്ലാമി ആണെങ്കിലും ഷിയാക്കളാണെങ്കിലും ആരായാലും ശിർക്ക് എന്നത് വളരെ ഗൗരവമായി കാണുന്ന വളരെ വലിയ പാപമായിട്ടാണ് നാം ഓരോരുത്തരും മനസ്സിലാക്കിയിട്ടുള്ളത്. അവർ തന്നെ ശിർക്കിനെ കുറിച്ച് പറയുന്നത് ശ്രദ്ധിച്ചു നോക്കുക. മനുഷ്യ മനസ്സുകളിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടുന്ന പാപം ഏതാണെന്ന് ചോദിച്ചാൽ ഈ ഇരിക്കുന്ന മുഴുവൻ മനുഷ്യരും പറയാനുള്ള മറുപടി ഇന്ന ശിർക ലദുൽമുൻ അദീം, വമ്പിച്ച അക്രമം എന്ന് പറയുന്നത് ശിർക്ക് തന്നെയാണ്. ഏറ്റവും വലിയ പാപം ശിർക്കാണ്. ഞാനും നിങ്ങളും എന്നല്ല, ലോകത്ത് എല്ലാ മനുഷ്യനും ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടുന്ന ആദ്യ പാപം ശിർക്കാണ്. അതല്ല പൊറുക്കൂല, അതൊരിക്കലും അല്ല പൊറുക്കൂല എന്ന് പറഞ്ഞതാണ്. ഒരാൾ ജീവിതമാസകലം ജീവിതത്തിൽ ശിർക്ക് ചെയ്തിട്ട് തൗബ ചെയ്യാതെയാണ് മരിച്ചു പോകുന്നതെങ്കിൽ അവൻ നരകത്തിൽ ശാശ്വതവാസിയാണ്, ഒരു കാലത്തും അവന് മോചനമില്ല. അതാണ് അല്ലാഹു പറഞ്ഞത്, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അല്ലാഹു അവനിൽ പങ്കു ചേർക്കപ്പെടുന്നത് ഒരിക്കലും പൊറുക്കുന്നതല്ല, അതവൻ ഒരിക്കലും പൊറുക്കൂല. അതല്ലാത്ത ദോഷങ്ങളൊക്കെ റബ്ബ് അവന്റെ ഔദാര്യം കൊണ്ട് പൊറുത്തു കൊടുത്തേക്കും. പക്ഷേ ശിർക്ക് അവൻ ഒരിക്കലും പൊറുക്കുന്നതല്ല. ശിർക്ക് പ്രവൃത്തിയിൽ വിശ്വാസത്തിൽ വന്നുപോയി കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ ഒരു കർമ്മവും അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമല്ല. ശിർക്ക് ജീവിതത്തിൽ നിലനിർത്തിക്കൊണ്ട് നിസ്കരിച്ചിട്ടും നോമ്പെടുത്തിട്ടും സകാത്ത് കൊടുത്തിട്ടും ഹജ്ജിന് പോയിട്ടും കാര്യമില്ല. അപ്പൊ എത്ര ഗൗരവമുള്ളതാണ് ശിർക്ക്. കേട്ടില്ലേ? ശിർക്ക് എന്ന പാപം ജീവിതത്തിൽ സംഭവിച്ചു പോയാൽ അവൻ തൗബ ചെയ്തിട്ടില്ലെങ്കിൽ അവൻ്റെ ഒരു അമലും തന്നെ സ്വീകരിക്കപ്പെടുകയില്ല എന്നാണ് അവർ തന്നെ പറയുന്നത്. നമ്മൾ ചെയ്യുന്ന അമലുകളിൽ പലതും ശിർക്കും ഖുറാഫത്തുമാണെന്ന് അവർ പറയുന്നു എന്ന് നേരത്തെ പറഞ്ഞല്ലോ. അതിൽ നമ്മൾ ചെയ്യുന്ന ഇസ്തിഗാസപ്പെടും, നമ്മൾ ചെയ്യുന്ന തവസ്സുല് പെടും, തശഫു, തബറുക്ക്, എന്തിനേറെ മഹാന്മാരെ പറ്റിയുള്ള മദ്ഹ് പറയുന്ന മൗലിദുകളിൽ പോലും അതികഠിനമായ ശിർക്കൻ വരികളുണ്ട്, ശിർക്കുണ്ട് എന്നാണ് മുജാഹിദുകൾ വാദിക്കുന്നത്. അവർ തന്നെ പറയുന്നത് ശ്രദ്ധിച്ചു നോക്കൂ. ഈ കൗമ് ബുർദ, ബൂസീരി, മങ്കൂസ്, ഇതിലെ ഇന്നത്തെ മുസ്ലിം സമുദായം കേട്ടോ. മങ്കൂസിൽ എന്താ ശിർക്കുള്ളത്? മൗലിദ് എന്ന മൗലിദ് ആഘോഷമെന്ന അടിസ്ഥാനപരമായ ബിദ്അത്ത് ചെയ്യുമ്പോൾ ആ ബിദ്അത്തിന്റെ ഭാഗമായി നടക്കുന്ന ചടങ്ങുകളിൽ അതീവ ഗുരുതരമായ ശിർക്കിന്റെ വരി മങ്കൂസിലുണ്ട്, ശറഫലന മൗലൂദിലുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന മൗലൂദുകളിൽ പോലും ശിർക്ക് ഉണ്ട്. അത് ചെയ്ത് എല്ലാവരും മുശ്രിക്കായി പോകുന്നുണ്ട് എന്നാണ് ഇവർക്കുള്ള വല്ലാത്തൊരു ഭയം. യഥാർത്ഥത്തിൽ ഇവരുടെ ഈ ഒരു ആദർശം, ഈ ശിർക്കിൻ്റെ മേലുള്ള ഇവരുടെ വിശ്വാസം എന്നുള്ളത് ഈ വേദി കെട്ടി സ്റ്റേജ് കെട്ടി പ്രസംഗിക്കുമ്പോൾ മാത്രമുള്ളതാണോ? സ്റ്റേജിൽ നിന്ന് പുറത്തിറങ്ങിയാൽ അവർക്ക് ഇതേ ആശയം തന്നെയാണോ എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം. ഈ ആശയത്തിൽ അവർ അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ വിശ്വസിക്കുന്നവരോടാണ് എനിക്ക് ചില സംശയങ്ങൾ ചോദിക്കാനുള്ളത്. ഒന്നാമത്തെ സംശയം, ശിർക്ക് ചെയ്തുകൊണ്ട് ഒരാൾ മുശ്രിക്കായി അവൻ ഇസ്തിഗാസ നടത്തുകയോ അല്ലെങ്കിൽ കുത്തുബിയത്ത് നടത്തുകയോ മൗലൂദ് ഓതുകയോ ചെയ്ത് നബിദിനം കഴിക്കുകയോ ഇങ്ങനെ എന്തെങ്കിലും ഒരു മുജാഹിദിൻ്റെ ഭാഷയിൽ ശിർക്ക് ഉള്ള ഒരു കർമ്മം ചെയ്യുന്ന ഒരു ഇമാം പള്ളിയിൽ നിസ്കരിക്കുമ്പോൾ ആ ഇമാമിനെ തുടർന്ന് നിസ്കരിക്കുന്ന മുജാഹിദുകളുടെ അവസ്ഥ എന്താണ്? അവരുടെ നിസ്കാരത്തിൻ്റെ അവസ്ഥ സ്വീകാര്യോഗ്യമാണോ? ഇത് ചോദിക്കുമ്പോൾ പല മൗലവിമാരും പല ന്യായീകരണങ്ങളും കൊടുക്കാറുണ്ട്. അതിൽ ചിലത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ബാങ്ക് വിളിക്കുന്ന പള്ളിയിൽ ഞങ്ങൾ നിസ്കരിക്കും,
ഏത് ഇമാമിൻ്റെ ബേക്കിൽ നിസ്കരിക്കും, അത് തടയാൻ ആർക്കും പറ്റില്ല എന്നാണ് ഒന്നാമത്തെ അവരുടെ വാദം. രണ്ടാമതായി അവർ പറയുന്നത് ഇമാമായി നിസ്കരിക്കുന്ന അയാളുടെ നിസ്കാരം നോക്കിയാൽ മതി, മഅ്മൂമുകളുടെ നിസ്കാരം ശരിയാവുന്നുണ്ടോ ഇല്ലയോ നോക്കേണ്ടതില്ല. അപ്പോൾ ഷിർക്ക് ആരോപിക്കുന്ന ഇവർ യഥാർത്ഥത്തിൽ ഷിർക്കിൽ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. കാരണം ചെയ്യുന്ന കർമ്മങ്ങൾ മക്കാ മുശ്രിക്കുകളെക്കാൾ അധപ്പതിച്ച കർമ്മങ്ങളായിട്ടാണ് അവർ പരിചയപ്പെടുത്തുന്നത്. നബി തങ്ങളുടെയും സ്വഹാബത്തിൻ്റെയും ചര്യ മാത്രം മുറുകെ പിടിക്കുന്ന ഇവർ എപ്പോഴെങ്കിലും നബി തങ്ങൾ മുശ്രിക്കായ ഒരാളെ അല്ലെങ്കിൽ അബൂജഹലിനെയോ ഉത്ബത്തിനെയോ ഷൈബത്തിനെയോ പിന്തുടർന്ന് നിസ്കരിച്ചതായിട്ടുള്ള ഒരു ചരിത്രം പോലും എവിടെയും കാണാൻ സാധ്യമല്ല. മാത്രമല്ല ഷിർക്കിനേക്കാൾ എത്രയോ താഴെയാണ് കുഫർ. ഇസ്ലാമിൽ കുഫർ സംഭവിച്ച ഒരുപാട് വിഭാഗക്കാരുണ്ട്. ചേകനൂരികൾ, അതുപോലെ ഖാദിയാനികൾ. ഈ വിഭാഗം ആളുകൾക്ക് കുഫർ സംഭവിച്ചതായിട്ട് മുസ്ലിം ലോകം ഐക്യകണ്ഠേന തീരുമാനിച്ചതാണ്. എന്നാൽ ഷിർക്ക് ചെയ്ത സമസ്തക്കാരുടെ പിന്നിൽ അവർ നിസ്കരിക്കും, കുഫർ ചെയ്ത ചേകനരുകളുടെ ബാക്കിൽ അവർ നിസ്കരിക്കുകയില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവർ കുഫറിനെ അംഗീകരിക്കുന്നു നമ്മളെ പോലെ തന്നെ, എന്നാൽ നമ്മൾ ചെയ്യുന്ന ഷിർക്കിനെ അവർ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ചില മൗലവിമാർ പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ട്, നിങ്ങൾ മുശ്രിക്കാണെന്ന് ഞങ്ങൾ വാദിക്കുന്നില്ല, പക്ഷെ നിങ്ങൾ ചെയ്യുന്ന പണി ഷിർക്കാണെന്നേ പറയുന്നുള്ളൂ. അഥവാ ഒരാൾ കള്ള് കുടിക്കുന്നത് കണ്ടാൽ അയാൾ കള്ളുകുടിയനാണെന്ന് ഞാൻ പറയില്ല, പക്ഷെ അയാൾ കള്ളു കുടിക്കും എന്ന് മാത്രമേ പറയുന്നുള്ളൂ എന്ന് പറയുന്നത് പോലെ ഒരു വിരോധാഭാസമായ ഒരു വാചകമാണ് ചില മൗലവിമാരുടെ പ്രസംഗത്തിലൊക്കെ നാം കേട്ടിട്ടുള്ളത്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അതാണ് വിഷയം. ഞങ്ങൾ മുശ്രിക്കുകളാണെന്ന് നിങ്ങൾ പറയുന്നു, എന്തിനാണ് നിങ്ങൾ ഞങ്ങളുടെ പിന്നിൽ നമസ്കരിക്കുന്നതെന്നാ? നിങ്ങൾ മുശ്രിക്കാൻ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ചെയ്യുന്ന പണി ഷിർക്കാണ്, അത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുള്ളൂ. കേട്ടില്ലേ? അപ്പോൾ ഈ മൗലവി പറയുന്നത് എന്താ? നിങ്ങൾ ചെയ്യുന്ന പണി ഷിർക്കാണ്, പക്ഷെ നിങ്ങൾ മുശ്രിക്കല്ല, നിങ്ങൾ മുവഹിദ് തന്നെയാണ്, അതുകൊണ്ടാണ് നിങ്ങളെ തുറന്ന് നിസ്കരിക്കുന്നത്. ഇനി നിസ്കാരം അവിടെ നിൽക്കട്ടെ, അടുത്ത ഇവരുടെ പരിപാടി എന്താ? സുന്നികളായ ആളുകളുടെ മക്കളെ വിവാഹം കഴിക്കുന്നതോ? അത് ഇവർ ചെയ്യുന്നതിനും ഇതുപോലെയുള്ള ന്യായീകരണങ്ങൾ കൊടുക്കാറുണ്ട്. അതിൽ ഏറ്റവും കൗതുകരമായൊരു കാര്യമുള്ളത് സുന്നിയായ ബാപ്പാൻ്റെ സ്വത്ത് ഇവർ അനന്തരം എടുക്കുന്നു എന്നുള്ളതാണ്. സ്വഹീഹായ ഹദീസുണ്ട്, ലാ ഇരിസുൽ മുസ്ലിമുൽ കാഫിറ വലൽ കാഫിറുൽ മുസ്ലിമ. ഒരു മുസ്ലിം ഒരിക്കലും ഒരു കാഫിറിൻ്റെ സ്വത്ത് അനന്തരം എടുക്കാൻ പാടില്ല, അതുപോലെ ഒരു കാഫിറിനൊരിക്കലും ഒരു മുസ്ലിമിൻ്റെ സ്വത്തും അനന്തരം എടുക്കാൻ പാടില്ല എന്ന് മുത്തഫഖുൻ അലൈഹിയായ ഹദീസ് ഉണ്ടായിരിക്കെ സുന്നിയായ ബാപ്പാൻ്റെ സ്വത്ത് എങ്ങനെയാണ് ഇവർ അനന്തരം എടുക്കുന്നത് എന്നൊരു സംശയവും എനിക്കുണ്ട്. ഇതിനൊരുപാട് ന്യായീകരണങ്ങൾ അവർക്ക് കൊടുക്കാനുണ്ടാവും. അവർ ബാങ്ക് കൊടുക്കുന്നുണ്ടെന്നോ അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് നാവുകൊണ്ട് ഉച്ചരിക്കുന്നുണ്ട് എന്നൊക്കെ എന്തൊക്കെ ന്യായീകരണങ്ങൾ പറഞ്ഞാലും ഷിർക്ക് ചെയ്തവൻ മുശ്രിക്കാണ് എന്ന് സ്വബോധമുള്ള സാമാന്യ ബുദ്ധിയുള്ള എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമായതുകൊണ്ട് മുജാഹിദുകാരോട് വളരെ വിനയത്തോടെ പറയട്ടെ, നിങ്ങൾ നിങ്ങളുടെ ആദർശത്തെ ഒന്ന് മുറുകെ പിടിക്കുക. വെറും വേദികളിലും സ്റ്റേജുകളിലും കവലപ്രസംഗങ്ങളിലും മാത്രം ഒതുക്കാതെ നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ ആദർശം നിങ്ങൾ മുറുകെ പിടിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മുജാഹിദെ, നീ ഒരു മുജാഹിദെങ്കിലും ആവണം, സുന്നിയാവാൻ നിനക്കേതായാലും ഭാഗ്യമില്ല, ഒരു മുജാഹിദെങ്കിലും ആവണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.